Good morning, my dears. Today, our next topic is material handling equipments. Material handling equipments ഒരു essay question ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലൊക്കെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? മെറ്റീരിയൽസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കി വയ്ക്കാനോ മാറ്റി വയ്ക്കാനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. There are various types of material handling equipments in use. They can be classified into two types. That is, one set of material handling equipment is used inside the factory and next one is it is used in bulk, the next one is outside the factory. Types of material handling equipments. Next topic adana types of material handling equipments. ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ചിലപ്പോഴൊക്കെ essay question ഒക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാം കേട്ടോ. ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ്. ദെൻ ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻസൈഡ് ദ ഫാക്ടറി, ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ഫാക്ടറി. Inside the factory and outside the factory. Inside the factory le first one is conveyors. Next one is cranes. Then next one is elevators and hoist. Elevators and hoist. Next one is positioning. Weighing and controlling. Weighing and controlling equipments. Controlling equipment. Next one is pneumatic or vacuum lift. Pneumatic or vacuum lift. ഇതാണ് നമുക്ക് ഇൻസൈഡ് ദ ഫാക്ടറി. ഫാക്ടറിയുടെ ഉള്ളിൽ തന്നെ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ്. കൺവെയേഴ്സ്, ക്രെയിൻസ്, ഇലവേറ്റേഴ്സ് ആൻഡ് ഹോയിസ്റ്റ്, പൊസിഷനിങ്, വേയിങ് ആൻഡ് കൺട്രോളിംഗ് എക്യുപ്മെൻറ്റ്സ്, ന്യൂമാറ്റിക് ഓർ വാക്വം ലിഫ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് റെയിൽവേസ്. Marine carrier, animal carrier, Next one is road transport. Air transport, and pipelines. These are the material handling equipments. അപ്പോൾ ഒരു essay question ഒക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിനെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇൻസൈഡ് ദ ഫാക്ടറി, ഫാക്ടറിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഔട്ട്സൈഡ് ദ ഫാക്ടറി. ഇനി ഫാക്ടറിയുടെ പുറത്ത് നമ്മളിത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അവിടെ ഇൻസൈഡ് ദ ഫാക്ടറി ഫസ്റ്റ് വൺ ഈസ് കൺവേയേഴ്സ്, സെക്കൻഡ് വൺ ഈസ് ക്രെയിൻസ്, third one is elevators and hoist, and fourth one is positioning, weighing and controlling equipments. Then next one is pneumatic or vacuum lift. Outside factory le railways,
marine carrier, animal carrier, road transport, air transport and pipelines. Then next one is internal or inside the factory, internal material handling equipments. Then first one is conveyors. Conveyor എന്ന് പറയുന്നത് ഞാനതിൻ്റെ കൂടെ തന്നെ പിക്ചർ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങളതിൻ്റെ പിക്ചേഴ്സൊക്കെ ഒന്ന് ഗൂഗിളിൽ കൂടെ കൂടുതൽ സെർച്ച് ചെയ്യുക. അത് ഏതൊക്കെയാണ് ഈ മെഷീനറീസ് എന്ന് പറയുന്നത്. നമുക്ക് അത്രമാത്രം പോപ്പുലറായിട്ട് നമുക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഫാക്ടറികളിലും അതേപോലെ തന്നെ ചില ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന ചില മെഷീനറീസാണ് ഈ പറയുന്ന മെഷീൻസൊക്കെ. അപ്പോൾ അത് നിങ്ങളൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചേഴ്സൊക്കെ ഇമേജസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഫസ്റ്റ് വൺ ഈസ് കൺവേയേഴ്സ്. അപ്പോൾ കൺവേയേഴ്സ് നോക്കുക. there are long continuous next one is conveyors. There are long continuous material handling equipment run by belt, chain, cable, roller, bucket, etc. Using conveyors is the safest, fastest, efficient and most convenient mode of material handling. Electric power belt conveyors are used in industries where assembly line production is employed. അപ്പോൾ പിക്ചർ നോക്കാം. അതിൽ അത് കൺവേയേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ അപ്പാരറ്റസ് for moving articles or bulk materials from one place to another. What is meant by conveyors? Conveyors means it is a mechanical apparatus. അതായത് ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണത്. മെക്കാനിക്കൽ അപ്പാരറ്റസ് ഫോർ മൂവിങ് ആർട്ടിക്കിൾസ് ഓർ ബൾക്ക് മെറ്റീരിയൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ നീക്കി വെക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസാണ് ഇത് കൺവയേഴ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് കൺവീനിയൻറ്റ് മോഡ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻറ്റ് കൂടിയാണ് ഈ കൺവയേഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് പവേർഡ് ബെൽറ്റ് കൺവയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് വേർ അസംബ്ലി ലൈൻ പ്രൊഡക്ഷൻ ഈസ് എംപ്ലോയ്ഡ്. The belt could be made of canvas, rubber, PVC, etc. The belt conveyors are helpful in assembly line for transporting and semi-finished product from one workstation to another. By proper arrangement of conveyors, the material can be made to travel in different directions. Conveyors are commonly used for moving uniform loads from point to point over fixed path where the primary functions of conveying commonly used equipment under this category. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ബെൽറ്റ് കൺവേയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺവേയേഴ്സ്? കൺവേയേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു മെക്കാനിക്കൽ എക്യുപ്മെൻ്റ് ആണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്. ഒരു മെക്കാനിക്കൽ അപ്പാരറ്റസ് ആണ്. ദാറ്റ് മീൻസ് ഫോർ മൂവിങ് ആർട്ടിക്കിൾസ് ഓർ ബൾക്ക് ആർട്ടിക്കിൾസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് സാധനങ്ങൾ നീക്കി വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന, കൺവേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസാണ് ഇത് മെക്കാനിക്കൽ കൺവേയേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ കോമൺലി യൂസ്ഡ് എക്യുപ്മെൻറ്റ് അണ്ടർ ദിസ് കാറ്റഗറി. ഈ കൺവേയേഴ്സിൽ തന്നെ ഏതൊക്കെ കൺവേയേഴ്സാണ് ഉള്ളത് എന്നുള്ളതാണ്. കൺവേയേഴ്സ് ആ കൺവേയേഴ്സിൽ ഫസ്റ്റ് വൺ പറയുന്നത് ബെൽറ്റ് കൺവേയറാണ്. ബെൽറ്റ് കൺവേയറാണ്. രണ്ടാമത് പറയുന്നത് ചെയിൻ കൺവേയറാണ്. ചെയിൻ കൺവേയറാണ്. മൂന്നാമത് ബക്കറ്റ് കൺവേയറാണ്. ബക്കറ്റ് കൺവേയറാണ്. Then fourth one is roller conveyor. Roller conveyor. Trolley conveyor. Trolley conveyor. Trolley conveyor. Pipeline conveyor. Pipeline conveyor. Next one is vibratory screw conveyor. Screw conveyor. And last one is vibratory conveyor. ഏതൊക്കെ കൺവേയേഴ്സ് ആണ് നോക്കാം? ബെൽറ്റ് കൺവേയർ, ചെയിൻ കൺവേയർ,
bucket conveyors, roller conveyor, trolley conveyor, pipeline conveyors, screw conveyors, vibratory conveyor. ഇത്രയാണ് നമ്മളിതിൽ ഉപയോഗിക്കുക. അപ്പോൾ ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സിൽ ഫസ്റ്റ് വണ്ണാണ് കൺവെയർ എന്ന് പറയുന്നത്. കൺവെയർ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ അപ്പാരറ്റസ് ആണ്. ദറ്റ് ഈസ് മൂവിങ് ആർട്ടിക്കിൾസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺവെയേഴ്സ് ഉണ്ട്. ദറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് ബെൽറ്റ് കൺവെയർ, ചെയിൻ കൺവെയർ, ബക്കറ്റ് കൺവെയർ, റോളർ കൺവെയേഴ്സ്, trolley conveyors, pipeline conveyors, screw conveyors and vibratory conveyors. ഇതൊരു മെഷീനാണ്. ഈ മെഷീൻ ഉപയോഗിച്ച് സാധനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ ഒന്നുകൂടെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി കൂടുതൽ ഇമേജസ് എടുത്ത് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. ദെൻ സെക്കൻഡ് വൺ ഈസ് ക്രെയിൻ. വാട്ട് ഈസ് മെൻ ബൈ ക്രെയിൻ എന്ന് പറയുന്നതാണ്. ദെൻ ക്രെയിൻസ് are the most popular material handling equipment, starting from small mechanical devices run by gear chain to overhead crane to cranes mounted on vehicle. In the engineering and automated industry, cranes are the most popular material handling equipment which does not occupy any space as they are mounted overhead but run across the entire plant. They are used to lift and carry medium to big loads. അവിടെ നമ്മളോട് പറഞ്ഞ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഭാരമുള്ള വസ്തുക്കളെ എടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വെക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ക്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഇമേജസ് ഒന്ന് നോക്കാം. ആ ഇമേജസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഭാരമുള്ള വസ്തുക്കൾ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഉപയോഗിക്കുന്നതിന് നമ്മൾ ക്രെയിൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ക്രെയിൻ ആർ ദ മോസ്റ്റ് പോപ്പുലർ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം സ്മോൾ മെക്കാനിക്കൽ ഡിവൈസസ് റൺ ബൈ ഗിയർ ചെയിൻ ടു ഓവർഹെഡ് crane to cranes mounted on vehicle. In the engineering and automobile industry, cranes are the most popular material handling equipment which does not occupy any space as they are mounted overhead but run across the entire plant. They are used to lift and carry medium to big loads. Then that is they are quite useful in stockyards where the substantial tonnage handling is involved. Two basic kinds of cranes are floor controlled and cab controlled. രണ്ട് തരത്തിലുള്ള cranes ഉണ്ട്. First one is floor controlled and the second one is cab controlled. In the cab controlled cranes, the operator sides in the enclosure situated at the top of the crane. ആ ക്രെയിനിൻ്റെ ടോപ്പിൽ തന്നെ ഇരുന്നുള്ള ക്രെയിൻസ് ആർ യൂസ്ഡ് ഫോർ മൂവിങ് ലോഡ്സ് ഇൻ്റർമിറ്റൻ്റ്ലി ബിറ്റ്വീൻ പോയിൻറ്റ്സ് വിത്തിൻ ദ ഏരിയ ഫിക്സഡ് ബൈ സപ്പോർട്ടിംഗ് ദ ബൈൻഡിംഗ് റെയിൽസ് വെർ ദ പ്രൈമറി ഫംഗ്ഷൻ ഈസ് ട്രാൻസ്ഫറിങ് ഓർ എലിവേറ്റിംഗ്. അപ്പോൾ അതിൻ്റെ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ക്രെയിൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓപ്പറേറ്ററുടെ സഹായത്തോടു കൂടി എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുന്ന പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്രെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ തേർഡ് വൺ ഈസ് elevators and hoist. എന്താണ് ഇനി ഇലവേറ്റേഴ്സ് എന്ന് പറയുന്നത്? ഇലവേറ്റേഴ്സ് ആർ കോമൺ തിങ്സ് അറ്റ് എയർപോർട്ട് ആൻഡ് മോൾ for lifting men and goods between the floor. Elevators and hoists are fixed position material handling equipments. Elevators നിങ്ങൾക്കറിയാം, നമ്മൾ പറയുന്നത് ലിഫ്റ്റിനെയാണ് പറയുന്നത്. ആളുകളെയും സാധനങ്ങളെയും ലിഫ്റ്റ് വഴി ഒരു സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് കയറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഇലവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇലവേറ്റേഴ്സ് ആർ കോമൺ തിങ്സ് അറ്റ് എയർപോർട്ട് ആൻഡ് മോൾസ്. എയർപോർട്ടിലോ ഷോപ്പിംഗ് മാളുകളിലൊക്കെ നമ്മൾ കാണുന്നതാണ് അത് ഇലവേറ്റേഴ്സിന്. ഇലവേറ്റേഴ്സ് ആർ കോമൺ things at airport and malls for lifting men and goods between the floor. Elevators and hoists are fixed position material handling equipments. Elevators are used mainly to lift the load to height. ഒരു സാധനം, അതായത് താഴത്തെ ഫ്ലോറിൽ നിന്ന് മുകളിലത്തെ ഫ്ലോറിലേക്കൊക്കെ നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാറുള്ളത്? ലിഫ്റ്റ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് ഇലവേറ്റേഴ്സ് ആർ യൂസ്ഡ് മെയിൻലി to lift the load to the high. Then the hoists are commonly employed in the construction industry for carrying the construction materials to the respective floors. Hoists are four types of, namely wire rope,
chain hoist, manual hoist, electric hoist or air powered hoist. ഇലവേറ്റേഴ്സ് എന്ന് പറയുന്നത് സാധനങ്ങളെയോ ആളുകളെയോ താഴത്തെ ഫ്ലോറിൽ നിന്ന് മുകളിലേക്ക് ലിഫ്റ്റ് വഴി നമ്മൾ കയറ്റി അയക്കുക എന്നതിനെയാണ് നമ്മൾ ഇലവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഹോയിസ്റ്റ് എന്ന് പറയുന്നത് തൂക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റോപ്പോ അല്ലെങ്കിൽ ചെയിൻസോ ഒക്കെ ഉപയോഗിച്ചിട്ട് പിക്ചർ നോക്കിയാൽ അറിയാം, അത് എടുത്ത് നമുക്ക് സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാനായിട്ട് റോപ്പ് ഹോയിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. Hoists are commonly employed in the construction industry for carrying the construction material to the respective floors. Hoists are four type. Hoist 4 തരത്തിലുണ്ട്. ഒന്ന് ഏതൊക്കെയാണ് നോക്കാം. Wire rope, wire rope or chain hoist. Second one is manual hoist. Third one is electric hoist. ആൻഡ് ഫോർത്ത് വൺ ഈസ് ആൻഡ് എയർ പവേഡ് ഹോയിസ്റ്റ്. ഇത്രയാണ് നമുക്കതിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് വയർ റോപ്പ് ഓർ ചെയിൻ ഹോയിസ്റ്റ്. പിക്ചർ നോക്കാം. അതിൽ ദറ്റ് ഈസ് വയർ റോപ്പ് ഓർ ചെയിൻ ഹോയിസ്റ്റ് ടിപ്പിക്കലി റിലേ ഓൺ ഐദർ വയർ റോപ്പ് ഓർ ചെയിൻ ടു ലിഫ്റ്റ് മെറ്റീരിയൽസ്. ബോത്ത് ഓഫ് ദീസ് ലിഫ്റ്റിംഗ് മീഡിയംസ് ആർ ഡ്യൂറബിൾ ആൻഡ് എഫിഷ്യൻറ്റ്. Wire rope hoists are able to perform high-speed lifting tasks effortlessly and quickly. They can handle wide range of weight capacities. Chain hoists are beneficial because of their long-lasting rugged design. They are good to use for long, heavy lift. അപ്പോൾ വയർ റോപ്പ് എന്ന് പറയുന്നത് വയർ റോപ്പ് ഓർ ചെയിൻ ഹോസ്റ്റ് ടിപ്പിക്കലി റിലേ ഓൺ ഐദർ വയർ റോപ്പ് ഓർ ചെയിൻ ടു ലിഫ്റ്റ് മെറ്റീരിയൽ. ബോത്ത് ദീസ് ലിഫ്റ്റിംഗ് മീഡിയംസ് ആർ ഡ്യൂറബിൾ ആൻഡ് എഫിഷ്യൻസ്. ഒരുപാട് കാലം നമുക്ക് നിലനിൽക്കും. അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളതാണ് ഇത് വയർ റോപ്പ് എന്ന് പറയുന്നത്. വയർ റോപ്പ് ഹോസ്റ്റ് ആർ ഏബിൾ ടു പെർഫോം ഹൈ സ്പീഡ് ലിഫ്റ്റിംഗ് ടാസ്ക് ഇഫർട്ട്ലെസ്ലി ആൻഡ് ക്വിക്കലി. വളരെ വേഗത്തിൽ ഒരു ഇഫർട്ടും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് ഈ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മാനുവൽ ഹോയിസ്റ്റ് ആണ്. Manual hoist are often much admired for their durability and portability. These hoists can handle loads between half to 15 tons. High quality materials hoisting are safe, റിലയബിൾ ആൻഡ് എഫിഷ്യൻറ്റ്. ഇനി മാനുവൽ ആയിട്ടുള്ള ചില ഹോയിസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ മാനുവൽ ഹോയിസ്റ്റ് ആർ ഓഫൺ മച്ച് അഡ്മയർഡ് ഫോർ ദ ഡ്യൂറബിലിറ്റി ആൻഡ് പോർട്ടബിലിറ്റി. ദീസ് ഹോയിസ്റ്റ് ക്യാൻ ഹാൻഡിൽ ലോഡ്സ്. നമ്മൾ കൈകൊണ്ട് തന്നെ പിടിച്ച് തൂക്കിയെടുത്ത് വയ്ക്കുന്ന രീതിയിലാണ്. ദെൻ ദീസ് ഹോയിസ്റ്റ് ക്യാൻ ഹാൻഡിൽ ലോഡ്സ് ബിറ്റ്വീൻ ഹാഫ് ടു 50 ടൺസ് വരെയാണ് നമുക്കതിനുള്ള കപ്പാസിറ്റി ഉള്ളത്. ഹൈ ക്വാളിറ്റി മാനുവൽ ഹോയിസ്റ്റ് ആർ സേഫ്, റിലയബിൾ ആൻഡ് എഫിഷ്യൻറ്റ്. ദെൻ ഇനി അപ്പോൾ വയർ റോപ്പ് ഉണ്ട്, മാനുവൽ ഹോയിസ്റ്റ് ഉണ്ട്, ചെയിൻ ഹോയിസ്റ്റ്, മാനുവൽ ഹോയിസ്റ്റ്, ഇലക്ട്രിക് ഹോയിസ്റ്റാണ്. ഇലക്ട്രിക് പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉയർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒരു മെക്കാനിക്കൽ ഡിവൈസാണ് ഇത് ഇലക്ട്രിക് ഹോയിസ്റ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഹോയിസ്റ്റ് പ്രൊവൈഡ് സ്മൂത്ത്, സേഫ്, നോയ്സ് ഫ്രീ ലിഫ്റ്റിംഗ് സൊല്യൂഷൻ. It is used a wide array of industries since the 19th century, and wire rope hoist and chain hoist have been used frequently. Their dependability has helped them both stand the test on time. Electric hoist can handle weight loads ranging from 250 pounds to 25 tons. 250 പൗണ്ട് മുതൽ 25 ടൺസ് വരെയുള്ള വെയിറ്റ് താങ്ങാൻ കപ്പാസിറ്റി ഉള്ളതാണ് ഇത് ഇലക്ട്രിക് ഹോയിസ്റ്റ് എന്ന് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആക്ഷൻസൊക്കെ ഒരുപോലെയാണെങ്കിൽ കൂടെ ആദ്യം ചെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. മാനുവൽ പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇലക്ട്രിക് പവർ ഉപയോഗിച്ചുകൊണ്ടും അത് ഹോസ്റ്റ് ചെയ്യാം. ഹോസ്റ്റിംഗ് മെഷീൻസാണ്. അതേപോലെ തന്നെ എയർ പവേഡ് ഹോസ്റ്റ്, അവിടെ ഫ്യുവൽ എന്ന് പറയുന്നത് എയർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ദറ്റ് ഈസ് a smaller lifting project can use air power. These air power hoist can handle loads from 120 pound to 7.5 tons. Numerous benefits are offered by air powered hoist. They are simple to use and require only minimum maintenance. Further, it is less expensive when compared to electric hoist. Again, since they run on compressed air, they do not produce any spark, thus making them explosion and flame proof. Then
next one is positioning, weighing and positioning. Fourth one ആദ്യം കൺവേയേഴ്സ് പറഞ്ഞു. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞത് ക്രെയിൻസ് ആണ്. തേർഡ് വൺ ഈസ് എലിവേറ്റേഴ്സ് ആൻഡ് ഹോയ്സ്റ്റ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് പൊസിഷനിങ്, വേയിങ് ആൻഡ് കൺട്രോളിങ് എക്യുപ്മെൻറ്റ്സ്. പൊസിഷനിങ്, weighing and controlling equipments. There are manipulators, positioners, dampers, positioning tables and platform ramps etc. for lifting the weighings and materials between two defined points quickly and conveniently. This application use specific and application oriented. ഇവിടെ പൊസിഷൻ ചേഞ്ച്, പൊസിഷനിങ്, വെയിങ് ആൻഡ് കൺട്രോളിങ് എക്യുപ്മെൻറ്റ്സ് എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുക. ദെൻ അതിൻ്റെ ഇമാജിനേഷൻ നോക്കാം, അതിൻ്റെ ഇമേജസ് നോക്കാം. അതിൽ ചില പൊസിഷനേഴ്സ്, ഡാമ്പേഴ്സ്, പൊസിഷനിങ് ടേബിൾസ് ആൻഡ് പ്ലാറ്റ്ഫോംസ്, റാംസ് എക്സെട്ര ഫോർ ലിഫ്റ്റിംഗ് ദ വെയ്റ്റ് ആൻഡ് മെറ്റീരിയൽ ബിറ്റ്വീൻ ടു ഡിഫൈൻഡ് പോയിൻറ്റ്സ് ക്വിക്കലി ആൻഡ് രണ്ട് പോയിൻറ്റുകളിൽ നിന്ന് ഒരു പോയിൻറ്റിൽ നിന്ന് മറ്റൊരു പോയിൻറ്റിലേക്ക് നീക്കി വെക്കാനായിട്ട്, മാറ്റി വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ആണത്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ഇൻഡസ്ട്രിയൽ ട്രക്സ് ആൻഡ് വെഹിക്കിൾസ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇൻഡസ്ട്രിയൽ ട്രക്കുകളെ കുറിച്ചിട്ടാണ്. ദെൻ കണ്ടിട്ടുണ്ടാവാം പിക്ചേഴ്സ്, ഇൻഡസ്ട്രിയൽ കാറുകളൊക്കെ കണ്ടിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ കാർസ്, ഇൻഡസ്ട്രിയൽ ട്രക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ദീസ് മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽസ് വിത്തിൻ ദ പ്ലാന്റ്. ദീസ് ആർ hand operated or power vehicles used for movement of uniform or mixed loads intermittently, that is continuously, over various paths having suitable running surface and clearances. അതായത് ട്രക്സ് ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ കയറ്റി മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക. വെഹിക്കിൾ ഇൻ ദിസ് ഗ്രൂപ്പ് കംപ്രൈസസ് ഫോർ ഫോക്ക് ലിഫ്റ്റ് ട്രക്ക്, ഹാൻഡ് ട്രക്സ്, പ്ലാറ്റ്ഫോം ട്രക്ക്, ഇൻഡസ്ട്രിയൽ ട്രാക്ടേഴ്സ് ആൻഡ് ട്രെയിലേഴ്സ്, two-wheeled hand truck or trolley locomotives etc. These industrial vehicles are flexible, quick and are adaptable for carrying the materials across the factory premises. ഫാക്ടറി പ്രെമിസസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മെറ്റീരിയൽസിനെ മൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയൽ ട്രക്കുകളെയോ ഇൻഡസ്ട്രിയൽ കാറുകളെയോ ഒക്കെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ട്രക്സ് ആൻഡ് വെഹിക്കിൾസ് എന്ന് പറയുന്ന ഹെഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഫിഫ്ത്ത് പോയിൻ്റ്. നമ്മൾ ഇൻഡസ്ട്രിയൽ ട്രക്സിനെ കുറിച്ചിട്ടാണ് വ്യക്തമായിട്ട് നമ്മൾ പറയുന്നത്, ഇൻഡസ്ട്രിയൽ ട്രക്സ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, അപ്പോൾ ദെൻ ഇതുവരെ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞിരിക്കണത് നോക്കാം. ദാറ്റ് ഈസ് കൺവേയേഴ്സ്, ക്രെയിൻസ്, എലിവേറ്റേഴ്സ് ആൻഡ് ഹോയ്സ്റ്റ്, പൊസിഷനിങ്, വെയിങ് ആൻഡ് കൺട്രോളിങ് എക്യുപ്മെൻറ്റ്സ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ന്യൂമാറ്റിക് ഓർ വാക്വം ലിഫ്റ്റ്. ന്യൂമാറ്റിക് ഓർ വാക്വം ലിഫ്റ്റ്. എന്താണ് ന്യൂമാറ്റിക് ഓർ വാക്വം ലിഫ്റ്റ് എന്നുള്ളത് പറയും. ഇതും ഒരു മെക്കാനിക്കൽ ഡിവൈസാണ്. ദറ്റ് ഈസ് an elevator or lift is vertical transport vehicle that resourcefully moves people or goods between floor of a building. Elevators are often legal requirement in a new multi-stored buildings. Hydraulic lift use the principles of hydraulic power to pressure an above ground or in ground piston to raise and lower the car. The recent innovations include permanent earth magnet motors and microprocessors controls. Today there is a bubble that can carry you without cables, pulleys or pistons. It is nothing other than our self-supporting vacuum elevators, a light and resistant structure built within aluminum and polycarbonate. Simple principle of physics, the difference is air pressure above the beneath the vacuum elevators cab literally transport you by air. It is a vacuum pumps or turbines that pull you up to the next floor to the slow release of air pressure that floats you down. നോക്കാം നമുക്ക് അതിലെങ്ങനെയാണ് എയർ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് നോക്കാം. അതാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് അതിൽ ഇൻസൈഡ് ഫാക്ടറി എന്ന് പറയുന്നതിൽ കൺവേയേഴ്സ്, ക്രെയിൻസ്, എലിവേറ്റേഴ്സ് ആൻഡ് ഹോയ്സ്റ്റ്, പൊസിഷനിങ്, വെയിങ് ആൻഡ് കൺട്രോളിങ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ന്യൂമാറ്റിക് ഓർ വാക്വം ലിഫ്റ്റ്.
ഇതൊക്കെ മെക്കാനിക്കൽ ഡിവൈസസ് ആണ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസസ് ആണ്, മെക്കാനിക്കൽ ഡിവൈസസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എക്സ്റ്റേണൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ്. എക്സ്റ്റേണൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ ഇൻസൈഡ് ദ ഫാക്ടറിയാണ് ഈ ക്രെയിനും കൺവെയേഴ്സും ഒക്കെ ഉപയോഗിക്കുക. ഇതുകൂടാതെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാനുള്ള ചില എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ദറ്റ് ഈസ് ദ എക്സ്റ്റേണൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ആർ യൂഷ്വലി ട്രാൻസ്പോർട്ട് കാരിയേഴ്സ്. The various external material handling modes are as follows. First one is railways, second one is marine transport, third one is animal carrier, then fourth one is road transport, and fifth one is air transport and pipelines. അപ്പോൾ ശ്രദ്ധിക്കാം ഏതൊക്കെയാണ്. ഇത് നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ നമുക്ക് സാധനങ്ങൾ കയറ്റാനോ മാറ്റിവെക്കാനോ ഉപയോഗിക്കുന്ന ചില ട്രാൻസ്പോർട്ടിങ് എക്സ്റ്റേണൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ്. സോ ഇറ്റ് ഈസ് ആർ യൂഷ്വലി ട്രാൻസ്പോർട്ട് കാരിയേഴ്സ്. അപ്പോൾ എക്സ്റ്റേണലായിട്ട് നമ്മൾ സാധനങ്ങൾ കയറ്റി അയക്കാനായിട്ട് ഉപയോഗിക്കുന്നത് മിക്കവാറും ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ദ വേരിയസ് എക്സ്റ്റേണൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. അപ്പോൾ സാധനങ്ങൾ ഉള്ളിൽ തന്നെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ക്രെയിനും കൺവെയേഴ്സും എലിവേറ്റേഴ്സും ഒക്കെ. ഒരു ഫാക്ടറിയുടെ ഉള്ളിൽ തന്നെ സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും ഉപയോഗിക്കുന്ന ചില മെക്കാനിക്കൽ ഡിവൈസസ് ആണ്. ഇതുകൂടാതെ നമുക്ക് പുറമേക്ക് ദൂരേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മളതിന് ഉപയോഗിക്കുന്നത് ചില ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആണ്. അതായത് റെയിൽവേസ് ഉപയോഗിക്കാറുണ്ട്, എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാറുണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാറുണ്ട്, റോഡ് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നുണ്ട്, പൈപ്പ് ലൈൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എനിമൽസ്, അതായത് മൃഗങ്ങളുടെ മുകളിലൊക്കെ വെച്ചിട്ട് നമ്മൾ മൃഗങ്ങളെ കൊണ്ട് അവരുടെ മുകളിലെല്ലാം വലിച്ചു കൊണ്ടുപോകുന്ന സിസ്റ്റമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഏത് ഹെഡിലാണ് ഉൾപ്പെടുക? എക്സ്റ്റേണൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഹെഡിലാണത് ഉൾപ്പെടുക. ദെൻ അവിടെ എക്സ്റ്റേണൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ആർ യൂഷ്വലി ട്രാൻസ്പോർട്ട് കാരിയേഴ്സ്. ദീസ് വേരിയസ് എക്സ്റ്റേണൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് മോഡ്സ് ആർ as follows. First one is railways. Indian Railways, one of the largest fourth position in the world and well connected and cheapest means of material transportation. ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് കയറ്റി അയക്കാനായിട്ട് സാധിക്കുന്ന ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഏജൻസി ഇൻ ഫ്രൈറ്റ് മൂവ്മെൻറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻ ടേംസ് ഓഫ് ടൺ മൈലേജ്. The rail is more suited for raw material transport than finished goods. ഫിനിഷ്ഡ് ഗുഡ്സിനേക്കാളും കൂടുതലായിട്ട് റോ മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റെയിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്നത്. The rail freight rates are lower than truck rate for long distance, but usually higher than water and pipeline transport. സെക്കൻഡ് വൺ ഈസ് മെറൈൻ ട്രാൻസ്പോർട്ട് ആണ്. മെറൈൻ ട്രാൻസ്പോർട്ടിലെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഈസ് യൂസ്ഫുൾ ഫോർ മൂവിങ് ലോ വാല്യൂ ബൾക്ക് കാർഗോ ഓവർ റിലേറ്റീവ്ലി ലോങ് ഡിസ്റ്റൻസ്. India has a lot of potential in these areas and it is surrounded by sea on three sides and also has a number of largest navigable rivers. The advantages of this transportation system is its low operating cost and large capacity. Further, the maintenance of waterways is extremely cheap, but ships are slow in movement compared to other modes of transport. Shipping is generally considered in the case of import and export of goods. നിങ്ങൾക്കറിയാം മെറൈൻ ട്രാൻസ്പോർട്ട് എന്താണ്? അതായത് മെറൈൻ കടലിൽ കൂടെയുള്ള കപ്പൽ വഴിയൊക്കെയുള്ള ട്രാൻസ്പോർട്ടേഷനാണ് മെറൈൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇൻലാൻഡ് ആയിട്ട് വരുന്ന, അതായത് പുഴയിൽ കൂടെയൊക്കെയുള്ള ട്രാൻസ്പോർട്ടേഷൻ, ഇൻലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ യൂസ്ഡ് മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് വിത്തിൻ കൺട്രി ഡ്യൂ ടു ദ കോസ്റ്റ് അഡ്വാൻറ്റേജ്. തീരദേശ മേഖലയിൽ കൂടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറൈൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് റെയിൽ ട്രാൻസ്പോർട്ട് പറഞ്ഞു, സെക്കൻഡ് വൺ പറയുന്നത് മെറൈൻ ട്രാൻസ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ തേർഡ് വൺ ഈസ് എനിമൽ കാരിയർ. എനിമൽ സച്ച് ആസ് മ്യൂൾ, ക്യാമൽ, യാക്ക് എക്സെട്ര. ഒട്ടകത്തിനെ കൊണ്ടൊക്കെ നമ്മൾ ഗുഡ്സ് കൊണ്ടുപോകാനായിട്ട്, ക്യാരി ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്താറുണ്ട്. ആർ യൂസ്ഡ് ഫോർ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഇൻ റിമോട്ട് ഏരിയാസ്, ഇൻ റൂറൽ വില്ലേജസ്, ഡിസേർട്ട് ആൻഡ് ജംഗിൾസ് വെർ ദ റോഡ് ഈസ് നോട്ട് വെൽ ഡെവലപ്ഡ്. റോഡ് മാർഗം അത്രമാത്രം കാര്യക്ഷമമല്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ മൃഗങ്ങളെ കൊണ്ട് സാധനങ്ങൾ വലിപ്പിച്ച് കൊണ്ടുപോകുന്നൊരു സിസ്റ്റം നിലനിന്നിരുന്നു. അതാണ് എനിമൽ കാരിയർ എന്ന് ഉള്ള പേരിൽ അറിയപ്പെടുന്നത്.
Next one is road transport. നമുക്കറിയാം globally road transport is the most popular mode of transport, and also in the case of India. Road transport enables door delivery of goods in the most cases. The vehicles are flexible mode of transport with various load carrying capacities as per the customer's requirements. This is the most accepted method of external material handling. Next one is air transport. This is the fastest, reliable, suitable but the costliest mode of transport. The air transport is employed mainly for goods which have a high value of weight ratio or limited shelf like perishable food product etc. അതായത് ഇവിടെ എയർ ട്രാൻസ്പോർട്ട് ഇത്തിരി കോസ്റ്റ്ലിയാണ്, സാധനങ്ങൾ അയക്കാനായിട്ട് ഭയങ്കര കോസ്റ്റ്ലിയാണെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഹൈ വാല്യൂ വെയിറ്റ് റേഷ്യോ ഓർ ലിമിറ്റഡ് ഷെൽഫ് ലൈക്ക് പെരിഷബിൾ ഗുഡ്സ് കൊണ്ടുപോകാനായിട്ടുള്ള ലിമിറ്റഡ് ഷെൽഫുകളൊക്കെയാണുള്ളത്. അത് വൺ ഓഫ് ദി ലിമിറ്റേഷൻ. പിന്നെ പൈപ്പ് ലൈൻ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. Pipelines are popular materials handling equipments for handling and transportation of liquid gases. Petroleum, oil or gases are commonly transported through pipelines. Water is also handled the transport through the pipes. These are the different types of handling system. The next one is what are the different types of material handling equipments. Types of material handling equipments: inside factory, outside factory, conveyors, cranes, elevators, positioning, weighing etc. and pneumatic or vacuum lift. Outside factory, railways, marine carrier, animal carrier, road transport, air transport, pipelines etc. These are the material handling equipments. ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സ്പ്ലെയിൻ വേരിയസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഇൻ ഫാക്ടറി, ഡിഫൈൻ പ്ലാൻ ലേഔട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻ ലേഔട്ട്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി കൂടുതലായിട്ട് ഞാൻ അതിൻ്റെ ഇൻട്രാക്ഷൻ ടൈമിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.